ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്നും അതിനാൽ അതൊരു മതസംഘടനയല്ലെന്നും രാഷ്ട്രീയ സംഘടന മാത്രമാണെന്നും ഈ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പറ്റി എന്നിട്ട് പറയാ. എന്നാൽ കഴിഞ്ഞ 32 വർഷത്തിനിടയിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരംഗവും ഒരു MP-യോ MLA-യോ എന്ന് വേണ്ട പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല, ആകാൻ ശ്രമിച്ചിട്ടുമില്ല. രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ഇഖാമത്തുദ്ദീനിന് ശ്രമിക്കുന്നതിന് പകരം നിലവിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുദ്രാവാക്യം അംഗീകരിച്ച് അവരോടൊപ്പം ചേരുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ നിലവിലുള്ള ഭരണവ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ നിർബന്ധിപ്പിച്ച് ഏൽപ്പിച്ചാൽ പോലും ജമാഅത്ത് അതിന് തയ്യാറാവുകയില്ല. അധികാരം നൽകാമെന്ന് പറഞ്ഞ ഖുറൈശി പ്രമുഖരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യും. വലത്തെ കയ്യിൽ സൂര്യൻ ഇടത്തെ കൈ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാകും, ഞങ്ങൾ ഇവിടുത്തെ ഭരണത്തിൽ പങ്കാളിയാവൂല. കാരണം ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥക്കു പകരം ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ്. അപ്പൊ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം പൊളിച്ച് ഇസ്ലാമിക ഭരണപ്പള വരുന്നേ അപ്പോഴേ ഞങ്ങൾ ഭരണത്തിലുണ്ടാവുള്ളൂ എന്ന് കട്ടായമായി പറഞ്ഞ ഈ ജമാഅത്തെ ഇസ്ലാമി പിന്നെ അവര് പറയാണ് ഞങ്ങൾ മൗദൂദിയെ തള്ളുന്നു. എന്നാൽ ആ മൗദൂദിയെ തള്ളുന്നിടത്തും ഒരു ചതിയുണ്ട് കേട്ടോ, അതൊന്ന് കേട്ടു നോക്കി. ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ സയ്യിദ് മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം തള്ളി പറഞ്ഞു. സംഘടനയുടെ പ്രമാണം മൗദൂദിയുടെ ലിഖിതങ്ങളോ വീക്ഷണങ്ങളോ അല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലി പറഞ്ഞു. ഖുറാനും പ്രവാചക ചര്യയുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ. ഇതാദ്യമായാണ് സ്ഥാപക നേതാവിനെ ജമാഅത്തെ ഇസ്ലാമി തള്ളി പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ സയ്യിദ് മൗദൂദിയോട് ജമാഅത്തെ ഇസ്ലാമിക്ക് കടപ്പാടുണ്ട്. അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല. ഖുർആനും പ്രവാചകചര്യയുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. 1940 ആളുകളെ ഒന്ന് പറ്റിക്കാൻ ഇതിൽ ജമാഅത്തെ ഇസ്ലാമി പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ എപ്പോഴും പറയണ പോലെ ഭരണഘടനയിലുള്ളതാ. പ്രമാണം ഖുർആനും സുന്നത്തും എന്നാൽ എല്ലാവരും പറയണതാണ്. ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ മൗദൂദിനെ തള്ളിയെന്ന് വരുത്തുകയും വേണം, നാട്ടിൽ തള്ളിയിട്ടില്ല. കാപഢ്യമാണ് ആ തള്ളുന്ന വിഷയത്തിൽ പോലും ഒരു സ്വീകരിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് 2019. എന്നാൽ 2021 അതേ മൗദൂദിയുടെ ആശയത്തെ അവർ വീണ്ടും അടിച്ചിറക്കാണ്. ജനാധിപത്യത്തിനെതിരെ അത് താകൂത്താണ്, അതിന് സഹകരിക്കാൻ പാടില്ല, അത് ഇസ്ലാമിക രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ പുസ്തകം 2021 വീണ്ടും അടിച്ചിറക്കാണ്. മാത്രമല്ല മൗദൂദി ഈ പറഞ്ഞതുപോലെ ഇവരുടെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ചില വാചോടാപ്പങ്ങളാണ് ഈ മതേതരത്വം ജനാധിപത്യം എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറയണത് എന്ന് ഇവരുടെ തലമുതിർന്ന മൗലവിയായ KC അബ്ദുള്ള മൗലവി അയാൾ പറഞ്ഞു കേട്ടോ. പറയുന്നില്ല, ഇപ്പൊ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്. നമുക്ക് ഇവിടെ ജീവിക്കട്ടെ. അപ്പൊ അതിനെ പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നല്ലാതെ പറഞ്ഞുകൊണ്ടു. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വരുത്തിയില്ല. വാചക ശൈലിയിൽ ലേശം മിനുക്ക് പണിയൊക്കെ ചെയ്യും. അതാണ് ഇപ്പൊ തട്ടിപ്പ് കണ്ടങ്ങള്. ഇതൊക്കെ ഡെമോക്രസി ജനാധിപത്യം എന്നൊക്കെ നമ്മളിപ്പം പറയാൻ തുടങ്ങിയതൊക്കെ ഒരു ഇവിടെ ജീവിക്കണ്ടേ, ജീവിക്കാൻ വേണ്ടി വാചകങ്ങളിൽ ചില മിനുക്കുമണി ചെയ്തതാണ്. നമ്മൾ ആശയത്തിൽ വ്യത്യാസമൊന്നുമില്ല, ഇതന്നെയാണ്. അതുകൊണ്ടാ ജമാഅത്തെ ഇസ്ലാമി തൗബ ചെയ്യുകയോ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരിന്നും പഴയ പടി തന്നെയാണ്, പച്ച കാപഢ്യം പുറത്തു കാണിക്കുകയാണ്. അങ്ങനെ തങ്ങന്മാരെ അടക്കം ഇവര് എടുത്ത് പുറത്തു കൊണ്ടുവരുന്നതിലൊക്കെ കാപഢ്യ. അപ്പൊ തങ്ങന്മാരെ കൊണ്ടൊരു ഉദ്ഘാടനം ചെയ്യിപ്പിക്കണ പരിപാടിയല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക്. പാണക്കാട്ട് പോയിരുന്നു, നമ്മൾ അറിഞ്ഞ വിവരം എങ്ങനെ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പിന്നെ ഞങ്ങളെ ചെറിയൊരു തങ്ങളെത്തും നാട് കൊടുക്കുന്ന പറഞ്ഞത്ര. അപ്പൊ അവിടുന്ന് തങ്ങളെ കൊണ്ടാട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഒരു വാർത്ത കൊടുക്കുകയാണ്, ഇതാ ഞങ്ങളെ സക്കാത്ത് ശേഖരണത്തിന്റെ ഉദ്ഘാടനം തങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. എന്തിനാണ്? തങ്ങന്മാര് എന്ന് പറഞ്ഞ കൂട്ടര് തന്നെ ഇല്ല എന്ന് വാദിച്ചവരാ ജമാഅത്തെ ഇസ്ലാമി. ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രബോധനം 1969 ആഗസ്റ്റ് പേജ് 5 ഇതിൽ പറഞ്ഞു കേട്ടു നോക്കി നിങ്ങള്. മുഹമ്മദ് നബിക്ക് പുരുഷ സന്താനം ഒന്നും ജീവിച്ചിരിക്കുകയുണ്ടായില്ല, അതിനാൽ അവിടത്തേക്ക് പിന്മുറക്കാർ ഇല്ലായിരുന്നു. ഇസ്ലാമിക നിയമമനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രം
മാത്രമേ പിന്മുറക്കാരാവൂ. നിബിധങ്ങളെ പ്രത്യേകത പോലെ അംഗീകരിക്കണില്ല. എന്നിട്ട് പറയാ, ആകയാൽ പഴയ അറേബ്യൻ ജാഹിലിയത്തിന്റെ നഗ്നമായ ചിഹ്നമാണ് അഹ്ലുബൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം. ഈ വിശ്വാസം എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ചനീചത്വം അവസാനിക്കും. തങ്ങന്മാരിലും അഹ്ലുബൈത്തുള്ള വിശ്വാസം ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്താലാണ് അത്രേ അന്ധവിശ്വാസം ഒഴിവായി പോവാൻ. ആ തങ്ങന്മാരെടുത്ത് പോയിട്ട് എന്തിനാ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇങ്ങനെ ഓല സംഗതി ഉദ്ഘാടനം ചെയ്യിപ്പിക്കണേന്റെ രഹസ്യമോ? അത് മറ്റൊരു കാപഢ്യമാണ്. ഇവര് പണ്ട് പറഞ്ഞത് പലതും പിന്നെ മാറ്റി എന്നതാണ്. ഇതാണ് വലിയ പ്രശ്നം. ജനാധിപത്യത്തെ കുറിച്ച് പണ്ട് ശിർക്കാണ് എന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നു ജനാധിപത്യ ഭരണം വരണമെന്ന്. സെക്യുലറിസത്തെ കുറിച്ച് പണ്ട് ശിർക്കാണ് കുഫ്രാണ് എന്ന് പറഞ്ഞു, ഇപ്പോൾ സെക്യുലറിസ്റ്റുകളെ കൂട്ടുപിടിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. ദേശീയതയെ തള്ളിക്കളഞ്ഞു, ഇപ്പോൾ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു, വോട്ട് പിടിക്കുന്നു, വോട്ട് ചെയ്യിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. സർക്കാർ ജോലി ചെയ്യരുത് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ ചെയ്യണമെന്ന് പറയുന്നു. ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നു, സർക്കാർ വകുപ്പുകൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് പിന്നെ പറയും, പിന്നെ പറയുന്നില്ല, മാറ്റി പറയും. ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് എന്താണ്, പിന്നെ പറഞ്ഞത് എന്താണ്, മാറ്റി പറഞ്ഞത് എന്താണ്? ഇത് ഞാൻ വിശദീകരിക്കും, വളരെ വിശദമായിട്ട് തന്നെ പറയും. പക്ഷേ ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ മാത്രം തെറ്റാണോ? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം തെറ്റാണോ? മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാറ്റും, ഇനിയും മാറ്റും. പക്ഷെ മാറ്റുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം പരിപാടിയാണോ? മാറ്റുക എന്നത് ഒന്നാമതായി വിശുദ്ധ ഖുർആന്റെ പരിപാടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ നമുക്കാർക്ക് മാറ്റാൻ കഴിയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാറ്റാൻ കഴിയും. ഒരിക്കൽ പറഞ്ഞത് പിന്നീട് മാറ്റുക എന്നത് ഒരു ആരോപണമായി ഉന്നയിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെതിരെയല്ല ഉന്നയിക്കേണ്ടത്. നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഠന വിഭാഗം തന്നെ ഇല്ലേ നമുക്ക്? ജാമിയത്തു സലഫിയിലും അത് പഠിപ്പിക്കുന്നില്ലേ? സുല്ലമുസ്സലാമിലും അത് പഠിപ്പിക്കുന്നില്ലേ? റൗളത്തുൽ ഉലൂമിലും അത് പഠിപ്പിക്കുന്നില്ലേ? നേരത്തെ പറഞ്ഞത് മാറുക എന്നതാണ് നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അങ്ങനെയൊന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കിയാൽ കള്ള് കുടിക്കൽ അത്ര നല്ലതല്ല എന്നും കാണാം, കള്ളുകുടി ഹറാമാണ് എന്നും കാണാം. അപ്പൊ കള്ളു കുടിക്കൽ അത്ര നല്ലതല്ല എന്ന ആയത്തും വെച്ചിട്ട് ഇതെന്താ ഒരു കിതാബത്തിന് ഒരു സ്ഥലത്ത് കള്ളുകുടി അത്ര നല്ലതല്ല, ദോഷം. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി പറയണത് അതിനെ ന്യായീകരിച്ചു. അയാള് ന്യായീകരണം പറഞ്ഞു കേട്ടില്ല നിങ്ങള്? ഖുർആനിൽ അങ്ങനെ മാറ്റണ്ടല്ലോ, അതുപോലെ ഞങ്ങൾ മാറ്റണം. ഇവരിതുവരെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ നിയമം നിർമ്മിക്കാനും മാറ്റാനും തിരുത്താനും ഒക്കെ അധികാരമുള്ളൂ എന്നാണ്. അതല്ല, നിങ്ങൾക്കും നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട് എന്നാണ് ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുശ്രിക്കായതെന്നാ. ഇപ്പൊ മൂപ്പര് പറയാണ് അള്ളാഹു നാസിഖും മൻസൂഖും ഒക്കെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ അള്ളാഹ് അനുവദിച്ചൊരു വിധിയെ പിന്നെ അള്ളാഹ് ദുർബലപ്പെടുത്തണില്ലേ? അപ്പൊ അതുപോലെ ഞങ്ങൾക്കും അധികാരമുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി പടച്ചവനാണെന്നല്ലേ ഈ പറയണത്? നിങ്ങൾ ഇതുവരെ പറഞ്ഞ വാദത്തിന്റെ ഘടകവിരുദ്ധല്ലേ? എത്ര വിവരം കുറഞ്ഞത്. ഷൂറ അംഗാണ് ഖാലിദ് മൂസാ നദ്വി എന്ന് പറഞ്ഞ ആളാ. ജമാഅത്തെ ഇസ്ലാമിന്റെ സംസ്ഥാന മുശാവർ അംഗ ഷൂറ അംഗേ. അയാളെ വിവരം കണ്ടങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ മാറ്റിയില്ലേ, ഞങ്ങൾക്ക് അതുപോലെ മാറ്റിക്കൂടെ? അപ്പൊ എന്നാ പിന്നെ ഇസ്ലാമിന് നിങ്ങൾക്ക് അത് വിട്ടെന്നാ പടച്ചങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റിക്കോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്യോമ അക്മത്തുലക്കും ദീനക്കും അത്തുമംതലക്കും നിയമത്തി നോക്കുക അള്ള പറഞ്ഞെന്തിനാ? അതിനേശം നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി വിട്ടെന്നാണെങ്കിൽ പൂർത്തിയാക്കി എന്ന് പറയണോ? ബാക്കി നിങ്ങളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ പോരേനെയോ? ഈ രീതിയിൽ മതം കൊണ്ട് കളിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അതൊരു ഇസ്ലാമിക പ്രസ്ഥാനമല്ല. അതാ നമ്മൾ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയമാണ്. ഇന്നത് പച്ചയായി പുറത്തിയാടി. ഇന്ന് വേറെ ഒരു അജണ്ടയുമില്ല. ഇതൊക്കെ അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് ഈ ശിർക്കും കുഫറും ഒക്കെ ഒന്നായിട്ട് സാമ്പാറാക്കിയിട്ട് ഒരൊറ്റ വിഴുങ്ങല്. അങ്ങനെ അതാ ഇപ്പൊ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു വെൽഫെയർ പാർട്ടി. ഇനി ഏതെങ്കിലും ഒരു മുന്നണിയിൽ കയറണം. വരുമ്പം എന്തായിരുന്നു പറഞ്ഞത്? രണ്ടു മുന്നണി മോശമാണെന്ന് പറഞ്ഞിട്ടാ വന്നത്. ഇനി ഏതെങ്കിലും ഒരു മുന്നണി കയറണമെന്നായി. അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമവുമായി ജമാഅത്തെ ഇസ്ലാമി ആലുപോയ എന്താ പറയാ ഭൂതത്തെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ആരെടുത്ത് തോളിൽ വെച്ചാലും അവര് കുടുങ്ങാൻ പോകുകയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഈ അബദ്ധമായ ആശയങ്ങളെ ജമാഅത്തെ ഇസ്ലാമി ശരിക്കും ഉപേക്ഷിച്ചതല്ല. അതൊക്കെ കാപഢ്യത്തിന്റെ ഭാഗമായി ആളുകളുടെ മുമ്പിൽ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്.